സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാൽ മാറാത്ത ഒരു രോഗവും തരല്ലേ അല്ലാ. ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല അല്ലാ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം വാപ്പയും ഉമ്മയും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ നീ ഞങ്ങളെ എത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസർ, ട്യൂമർ പോലെയുള്ള മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ നന്മയ്ക്ക് കൂട്ടുനിന്നതിന്റെ പേരിൽ ശിഫ നൽകണേ അല്ലാ. കരിച്ചു കളയണേ അല്ലാ. ശിഫയാക്കണേ അല്ലാ. കാത്തു രക്ഷിക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് മാരക രോഗം കൊടുക്കല്ലേ അല്ലാ. വേദന സഹിക്കാൻ കഴിയാതെ വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കുന്നത് കാണേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാ. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു മരണം തരല്ലേ അല്ലാ. ഞങ്ങളെ വെട്ടിക്കീറല്ല അല്ലാ. ഞങ്ങളെ നീ വേദനിപ്പിക്കല്ല അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ പോയാ ഞങ്ങളുടെ മക്കൾക്ക് വേറെ ആരുമില്ല തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ജീവിച്ച് കൊതി തീർന്നിട്ടില്ല റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യ നീ വിധവയാക്കി കളയല്ലേ അല്ലാ. ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ ഭാര്യ നീ വിധവയാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ വീടിന്റെ വിളക്കാണ് നീ അണച്ച് കളയല്ലേ അല്ലാ. പടച്ചവരെ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുത്തുതാ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവരെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ മരണപ്പെട്ടു പോയി അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. അവരുടെ ഖബറ് വിശാലമാക്കണേ അല്ലാ. സ്വർഗ്ഗപൂങ്കാവനമാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ തമ്പുരാനെ. സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റബ്ബേ. രോഗം തരുന്നത് നീയാണല്ലോ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നീ റമളാനിലേക്ക് ആയുസ് നീട്ടിത്തരണേ അല്ലാ. റമളാനിലേക്ക് ഞങ്ങളുടെ ആയുസ് നീട്ടിത്തരണേ അല്ലാ. റമളാൻ ഞങ്ങളിലേക്ക് വരുമ്പോ നീ ഞങ്ങളെ രോഗികളാക്കി കിടത്തല്ലേ അല്ലാ. അല്ലാഹുവേ, നോമ്പ് പിടിക്കാനും ഒരുപാട് നന്മകൾ ചെയ്യാനുമുള്ള ഭാഗ്യം തരണേ പടച്ചവൻ. അല്ലാഹുവിനെ മറന്ന് ജീവിക്കരുത്. അല്ലാഹനെ മറന്ന് ജീവിക്കരുത്. അല്ല തന്ന നിഅമത്തിനെ മറന്ന് നീ ജീവിച്ചാൽ നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ, നീ ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ അല്ലാഹു നഷ്ടപ്പെടുത്തിയിട്ട് നിന്നെ വേദനിപ്പിക്കുമെന്ന് മഹാനായ നബിയിനാ റസൂലുള്ളാഹി. നീ നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് ചിലപ്പോൾ നിന്റെ മക്കളാകാം, അല്ലെങ്കിൽ നിന്റെ ഭാര്യയാകാം.